ഞങ്ങൾ ഇന്ന് ഐ ജിയെ കാണാൻ വേണ്ടി വന്നത് തിരുവള്ളൂരിൽ നടന്ന 20 ദിവസം മാത്രം പ്രായമുള്ള അമ്മയും കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2025 ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കൃത്യമായ ലംഘനം നടത്തിയാണ് പോലീസ് അവിടെ പ്രയാസമുണ്ടാക്കിയത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് കേസെടുക്കുകയും അത് മാത്രമല്ല ഇപ്പോൾ വടകരയിലെ CPM BJPയുടെ A+ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ B ടീമൊക്കെ പറയാറുണ്ട്, പക്ഷേ A+ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒഞ്ചിയം എന്ന് പറയുന്ന പേജിൽ ഞങ്ങൾ 3 പേർക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ മതം നോക്കി എല്ലാ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെയും കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയപരമായ പരാമർശം നടക്കുകയും ആ നടത്തിയ പരാമർശം ഈ പറയുന്ന വടകരയിലെ മേഖലയിലും അതേപോലെ തന്നെ കേരളത്തിലെ മറ്റു മേഖലയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് CPMൻ്റെയും DYFIയുടെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള അപേക്ഷയുമായിട്ടാണ് IG ഞങ്ങൾ ഇവിടെ ഇന്ന് കാണാനും കൂടിക്കാഴ്ച നടത്താനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ നടപടി സ്വീകരിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കണം, അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതിൻ്റെ കൂടെ ഈ വർഗീയപരമായി സമീപനം സ്വീകരിക്കുന്ന BJPയുടെ A+ ആയി മാറിയിരിക്കുന്ന CPMൻ്റെ നേതൃത്വം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയണം എന്നുള്ളതും കൂടി ഞങ്ങൾ ഈ സമയത്ത് ഉന്നയിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് മിസേബ് സംസാരിക്കും. ഇവിടെ നമ്മൾ പരാമർശിച്ചതുപോലെ 20 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുള്ള വീട്ടിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിയാൽ തിരുവള്ളൂരിലെ നിരവധി വീടുകളിൽ പോലീസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പ്രതികളെന്ന് പറയപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സന്ദർശനം നടത്തുന്നുണ്ട്, റെയ്ഡ് നടത്തുന്നുണ്ട്. അതൊന്നും നമ്മളാരും എതിരല്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നാൽ പോലീസ് അതിൻ്റെ നിയമപരമായ രീതിയിൽ പല വീടുകളിലും കയറുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ മാത്രം ഒരു പ്രതിരോധമുണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു മാനുഷിക പരിഗണന കൊടുക്കണം. ഒരു 5 തവണയെങ്കിലും ഒരു വീട്ടിൽ കയറുകയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് വരുന്നതെന്ന് പറയുകയും സ്വാഭാവികമായും ഒരു രോഗി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടാകുമ്പോൾ നമ്മളൊക്കെ പാലിക്കേണ്ട ഒരു മാനുഷിക പരിഗണനയുണ്ട്. അത് നേരത്തെ തന്നെ ഞങ്ങൾ വിളിച്ചറിയിച്ചു, ഇനി ഈ വീട്ടിൽ നിങ്ങൾ വരരുത്, ബുദ്ധിമുട്ടുണ്ട്, അവിടെ പ്രസവിച്ച് 20 ദിവസം മാത്രം പ്രായമുള്ളൊരു സ്ത്രീയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് മാനുഷികമായി പരിഗണിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടും അത് കേൾക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിലൊരു പ്രതികരണം അവിടെ നടത്തിയത്. അപ്പോൾ ഒരിക്കൽ പോലും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമല്ല. പോലീസ് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പല കാര്യങ്ങളും ഞങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറിപ്രയോഗങ്ങൾ പോലീസ് അവിടെ നടത്തിയിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾ വന്നതിന് ശേഷവും ധിക്കാരപുറം 1-ലധികം തവണ പോലീസ് അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്, റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് മാറ്റി, ആ ഉമ്മയെ, ആ മാതാവിനെ അവിടെ നിന്ന് മാറ്റി എന്ന വിവരം ഞാൻ പോലീസിനെ അറിയിച്ചപ്പോഴും അവിടുത്തെ SI ദീപ്തി വളരെ അമാന്യമായ രീതിയിലുള്ള സംസാരമാണ് നടത്തിയത്. ഒരു പരിഗണനയും, ഞാൻ ആ സമയത്ത് പറഞ്ഞത്, ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ രീതിയിലല്ല പറയുന്നത്, മാനുഷികമായി പരിഗണിക്കണം, ഇനി ഇവിടെ വരരുത് എന്ന് ഈ സംഭവത്തിന് ശേഷം ആവശ്യപ്പെട്ടിട്ടും അവിടെ പല ചാനലുകളും സാക്ഷികളാണ്. ആ പെൺകുട്ടിയെ അവിടെ നിന്ന് മറ്റൊരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് കണ്ടിട്ടും സമാനമായ രീതിയിൽ ആ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നൊരു സമീപനമാണ് പോലീസ് നടത്തിയത്. റെയ്ഡ് നടത്താനൊക്കെയുള്ള കൃത്യമായ സെർച്ച് വാറണ്ട് പോലീസിൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരമായി പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വീട്ടിൽ ഇരച്ചു കയറൽ നല്ലതാണോ, മാനുഷികമായി പരിഗണിക്കാതെ ഇത്തരം മാനുഷികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നിരന്തരം ബുദ്ധിമുട്ടുക പോലീസിൻ്റെ നയത്തിൽപ്പെട്ടതാണോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങൾ നിയമ പോരാട്ടത്തിലാണ്. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് 15 ദിവസത്തിനുള്ളിൽ വിവരം കൊടുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ നടക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ഈയൊരു ജനാധിപത്യപരമായി ഞങ്ങൾ സ്വീകരിച്ച മാനുഷികമായ ഒരു ഇടപെടലിനെ ഒരു കുറ്റകൃത്യമായി കണ്ട് നിയമ നടപടി സ്വീകരിക്കാനുള്ള ശ്രമം പോലീസ് ധിക്കാരപൂർവ്വം നടത്തുന്നുണ്ട്. അതിനെയും ഞങ്ങൾ നിയമപരമായി തന്നെ പോലീസ് സംവിധാനത്തെ തന്നെ കണ്ട് നേരിടും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കാണുന്നത്. നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കണം. SP-ക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ IG-യുമായി സംസാരിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്വാഭാവികമായും സംഭവത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി തന്നെ കേസെടുക്കും, എടുത്തിട്ടുണ്ട്.
അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് ഇതിൽ പ്രതികളായിട്ടുള്ള പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇനി ഏതെങ്കിലും വീട്ടിൽ, ഇത് പാർട്ടിയൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലും, അത് കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, ലീഗാകട്ടെ, രാഷ്ട്രീയമുള്ളവരാകട്ടെ, ഒരാളുടെ വീട്ടിലും അമാന്യമായ രീതിയിൽ ഒരു പോലീസ് സംവിധാനവും കയറാൻ പാടില്ല. അത് ഭരണപക്ഷത്താണെങ്കിലും ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിലും ഈ രീതി ഞങ്ങൾ സ്വീകരിക്കും. നിലവിൽ ഞങ്ങൾ ഇപ്പോഴാണത് ശ്രദ്ധയിൽപ്പെട്ടത്. പല പോസ്റ്ററുകളും വർഗീയവാദികളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. വടകരയിൽ കുറഞ്ഞ കാലങ്ങളിലായി ഈ ഒരു സമാനമായ രീതി, എല്ലാ വിഷയത്തിലും വർഗീയമായിട്ടുള്ള രീതിയിലുള്ളൊരു സമീപനം അതൊരു പാർട്ടിക്കും നല്ലതല്ല. നമ്മുടെ നാട്ടിലൊരു സാമൂഹിക സൗഹൃദം തകർക്കാനുള്ള ശ്രമം, അത് ഞങ്ങൾ ഔദ്യോഗികമായി ഏതെങ്കിലും പാർട്ടിയൊന്നും ആരോപിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ എല്ലാ പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെ ഒരു സമാനമായ രീതി പോലീസിനെതിരെ വർഗീയ ആരോപണം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസല്ല ഇത് കേട്ടത്, റെക്കോർഡുള്ള സംഭവമാണ്, കേസ് എടുക്കേണ്ടത് പോലീസാണ്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലും അഭിപ്രായമില്ല. അപ്പോൾ അങ്ങനെയൊരു മറ്റുള്ള ആളുകൾ, ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്കിടയിൽ ഇങ്ങനൊരു വിഷയം നടന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റർ കണ്ടാൽ ഞങ്ങൾ 3 പേരെയും അങ്ങനെ ചിത്രീകരിച്ചാൽ കുറച്ചാളുകളെങ്കിൽ വിശ്വസിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു പ്രചരണം നടത്തുന്നത്. അതൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ നേരിടും, നിയമപരമായി നേരിടും. അത് ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും, ഒരു സംശയവും.